എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ മഴ പെയ്യിക്കുക, മഞ്ഞ് പെയ്യാത്ത സ്ഥലങ്ങളിൽ മഞ്ഞ് പെയ്യിക്കുക. ഇതെല്ലാം നമ്മൾ സ്ഥിരം എഡിറ്റിങ്ങിൽ കാണുന്ന ട്രിക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ ഞൊടിയിടയിൽ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലെ പാരൻറ്റിങ് ആൻഡ് മാസ്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കേട്ടിരിക്കുക. കാരണം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഏറ്റവും ഉപകാരപ്രദമായ രണ്ട് ഫംഗ്ഷനുകളാണ് പാരൻറ്റിങ്ങും മാസ്കിങ്ങും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലെ എഡിറ്റിംഗ് ഒന്നും കൂടി സ്പീഡാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ് കേട്ടിരിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിലെ മനോഹരമായ രണ്ട് എഫക്റ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് എഫക്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് മഞ്ഞുമഴ ഇല്ലാത്ത ഒരു ഫൂട്ടേജ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫൂട്ടേജിലേക്ക് എങ്ങനെ നമുക്ക് മഞ്ഞുമഴ കൊണ്ടുവരാം എന്നാണ്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഒരു സ്നോഫാൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഫൂട്ടേജ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഫൂട്ടേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പിക്സൽസ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ഇമേജുകളോ അല്ലെങ്കിൽ സ്റ്റോക്ക് വീഡിയോകളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്സൽസിൽ നോക്കിയാൽ മതി. കാരണം ഇതിലുള്ള എല്ലാ ഫൂട്ടേജുകളും എല്ലാ ഇമേജുകളും ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിന് എന്ത് ആവശ്യത്തിന് വേണ്ടിയുള്ള വർക്കാണെങ്കിലും അതിന് വേണ്ട ഫോട്ടോകളും ഇമേജുകളും എല്ലാം നമുക്ക് ഇതിലൂടെ സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ഫൂട്ടേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫൂട്ടേജിൽ സ്നോഫാൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ CC സ്നോഫാൾ എന്ന് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ CC സ്നോഫാൾ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് സിമുലേഷന് കീഴിലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഫൂട്ടേജിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു എഫക്റ്റ് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഫൂട്ടേജ് സ്നോ അഥവാ മഞ്ഞ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിൽ പ്രോപ്പർട്ടീസിൽ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ആണുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, സ്പീഡും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മൾ ഈ ഒരു ഫൂട്ടേജിൽ ഇപ്പോൾ ഒരു മഞ്ഞ് പെയ്യുന്ന എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റടിച്ചിട്ട് മഞ്ഞിങ്ങനെ തെന്നി വീഴുന്ന ഒരു എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വിൻഡിൽ നമ്മൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, കാറ്റടിച്ചിട്ട് മഞ്ഞിങ്ങനെ തെന്നി വീഴുന്ന ആ ഒരു എഫക്റ്റ് ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു സ്നോനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു മഞ്ഞുമഴ ഇല്ലാത്ത ഒരു ഫൂട്ടേജിൽ നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് CC സ്നോഫാൾ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉപയോഗിച്ചിട്ട് മഞ്ഞുമഴ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മഴ പെയ്യാത്തൊരു ഫൂട്ടേജ്. അപ്പോൾ ആ മഴ പെയ്യാത്തൊരു ഫൂട്ടേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മഴ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ എഫക്ട്സിലെ വളരെ എളുപ്പത്തിലുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മഴ പെയ്യാത്തൊരു ഇമേജിൽ മഴ പെയ്യിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, CC റെയിൻഫാൾ. നേരത്തെ സ്നോഫാൾ ആയിരുന്നുവെങ്കിൽ ഇത് CC റെയിൻഫാൾ. അപ്പോൾ റെയിൻഫാൾ എടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ഫൂട്ടേജിലേക്ക് കൊണ്ടുവന്നിടുന്നു. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മളൊന്ന് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ മഴ പെയ്യുന്നത് കണ്ടോ നമ്മുടെ ഈ ഒരു ഫൂട്ടേജിൽ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ സൈസിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ മഴത്തുള്ളീൻ്റെ വലുപ്പമൊക്കെ കൂടും. അതുപോലെ തന്നെ ഇവിടെ ഡ്രോപ്സ് അഥവാ ഓരോ മഴത്തുള്ളികളും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അഥവാ നമ്മുടെ ഈ മഴയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മഴയില്ലാത്തൊരു ഫൂട്ടേജിൽ മഴ കൊണ്ടുവരാൻ ഈ ഒരു CC റെയിൻഫാൾ എന്ന എഫക്റ്റ് ഉപയോഗിച്ചിട്ട് സാധിക്കും. പിന്നെ നമുക്കിവിടെ ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് സ്നോഫാളിലൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ഒപ്പാസിറ്റി ഒക്കെ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്നും കൂടി കൂടും. ഇപ്പോൾ ഇതൊരു 25 മതി, കാരണം അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ബോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർ മോഡ് എന്നുള്ളിടത്ത് നമുക്ക് ലൈറ്റാണ് എളുപ്പമുള്ളത്. അപ്പോൾ ലൈറ്റൻ മാറ്റി കോമ്പോസ്റ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു റെയിൻഫാൾ എഫക്റ്റിൽ വരും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്നോഫാളിൽ പറഞ്ഞിരുന്നു, ഒരു കാറ്റടിച്ചിട്ട് മഴ ഇങ്ങനെ തെന്നി വരുന്ന ഒരു എഫക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡിൽ നമ്മൾ എമൗണ്ടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു തെന്നി വരുന്ന രൂപത്തിൽ മഴ ഇങ്ങനെ എന്ത് ചെയ്യും, ചെരിഞ്ഞ് പെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മഴ എന്ത് ചെയ്യുക, നമുക്ക് നല്ല സ്മൂത്തായിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ ഒരു മഞ്ഞ് പെയ്യാത്ത ഫൂട്ടേജിന് അല്ലെങ്കിൽ മഴ പെയ്യാത്ത ഫൂട്ടേജിന് മഴ പെയ്യിപ്പിക്കാം, മഞ്ഞ് പെയ്യിപ്പിക്കാം എന്നൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായും കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആയ മൈ ടോക്ക് ടൈം എന്ന ഇൻസ്റ്റഗ്രാം IDയിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.